പണ്ട് പണ്ട് പിരമിഡുകൾക്കും മുമ്പേ ഈജിപ്തിലെ മണലാരണ്യങ്ങൾക്കും മുകളിൽ സൂര്യദേവനായ റാ ചക്രവർത്തിയായി വാണിരുന്ന കാലം. അന്ന് ദേവന്മാരും മനുഷ്യരും ഒരുമിച്ചായിരുന്നു ഭൂമിയിൽ കഴിഞ്ഞിരുന്നത്. റാ ദേവൻ പ്രകാശമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നാണ് ജീവൻ ഒഴുകിയിരുന്നത്. എന്നാൽ കാലം കടന്നുപോയപ്പോൾ അനശ്വരനായ ആ ദൈവത്തിനും വാർദ്ധക്യം ബാധിച്ചു. അദ്ദേഹത്തിന്റെ അസ്ഥികൾ വെള്ളി പോലെയും മാംസം തങ്കം പോലെയും മുടി നീലക്കല്ല് പോലെയും തിളങ്ങിയിരുന്നെങ്കിലും ശരീരം തളർന്നു തുടങ്ങിയിരുന്നു. ഇത് കണ്ട മനുഷ്യർക്ക് അഹങ്കാരമുണ്ടായി. നോക്കൂ, നമ്മുടെ രാജാവായ റാ വയസ്സനായിരിക്കുന്നു, അദ്ദേഹത്തിന് പഴയ ശക്തിയില്ല എന്നവർ രഹസ്യമായി മന്ത്രിച്ചു. അവർ ദൈവത്തിനെതിരെ ഗൂഢാലോചനകൾ നടത്തി. അദ്ദേഹത്തെ പുറത്താക്കി ഭരണം പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ടു. തന്റെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ചു വളർത്തിയ മനുഷ്യരുടെ ഈ കൊടും ചതി റാദേവന് സഹിക്കാനായില്ല. സങ്കടം കോപത്തിന് വഴിമാറി. അദ്ദേഹം മറ്റു ദേവന്മാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, "എന്റെ കണ്ണിൽ നിന്ന് ജനിച്ചവർ എനിക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്നു. ഇതിന് തക്കതായ ശിക്ഷ അവർക്ക് നൽകണം." മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം റാ തന്റെ ഏറ്റവും ഭയങ്കരമായ ശക്തിയെ പുറത്തെടുത്തു, തന്റെ സ്വന്തം കണ്ണിനെ. അദ്ദേഹം തന്റെ കണ്ണിനെ ഊരിയെടുത്ത് അതിനൊരു രൂപം നൽകി. അതൊരു സുന്ദരിയായ ദേവിയായിരുന്നില്ല, മറിച്ച് തീക്ഷ്ണമായ കോപമുള്ള സിംഹത്തിന്റെ തലയുള്ള സെഖ്മെറ്റായിരുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന സെഖ്മെറ്റ് മനുഷ്യരെ വേട്ടയാടാൻ തുടങ്ങി. അവളുടെ അട്ടഹാസം കേട്ട് മരുഭൂമി വിറച്ചു. ഓരോ തവണ അവൾ ശ്വാസം വിടുമ്പോഴും തീജ്വാലകൾ ഉയർന്നു. പാപികളായ മനുഷ്യരെ അവൾ കൊന്നൊടുക്കി. നൈൽ നദിയുടെ തീരങ്ങൾ രക്തം കൊണ്ട് ചുവന്നു. ആദ്യം റാ ഇതിൽ സംതൃപ്തനായിരുന്നു. എന്നാൽ സെഖ്മെറ്റിന്റെ കോപം അടങ്ങിയില്ല. നിരപരാധികളെയും അവൾ കൊന്നുതള്ളി. രക്തത്തിന്റെ രുചി അറിഞ്ഞ അവൾക്ക് വിവേകം നഷ്ടപ്പെട്ടു. മനുഷ്യകുലം മുഴുവനായും ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ റാദേവൻ ഭയന്നുപോയി. "നിർത്തൂ, തിരിച്ചുവരൂ" എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. എന്നാൽ രക്തദാഹിയായ ആ പെൺസിംഹം അത് കേട്ടതേയില്ല. ശക്തി കൊണ്ടവളെ തോൽപ്പിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ റാ ബുദ്ധി കൊണ്ടവളെ തടയാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്റെ ദാസന്മാരോട് പറഞ്ഞു, "വേഗം പോകൂ, എലഫന്റൈൻ ദ്വീപിൽ നിന്ന് ചുവന്ന മണ്ണും ധാരാളം ബാർലിയും കൊണ്ടുവരൂ." അവർ ആയിരക്കണക്കിന് കുടം ബിയർ തയ്യാറാക്കി. അതിൽ ചുവന്ന മണ്ണ് കലർത്തി. നോക്കുമ്പോൾ അത് തിളച്ച ചോരയാണെന്നേ പറയൂ. രാത്രിയിൽ സെഖ്മെറ്റ് ക്ഷീണിച്ചുറങ്ങുമ്പോൾ ഈജിപ്തിലെ വയലുകളിൽ മുഴുവൻ റാദേവൻ ഈ ചുവന്ന ബിയർ ഒഴുക്കിവിട്ടു. നേരം വെളുത്തു. ഉറക്കമുണർന്ന സെഖ്മെറ്റ് കണ്ടത് വയലുകളിൽ കെട്ടിക്കിടക്കുന്ന ചുവന്ന ദ്രാവകമാണ്. അത് മനുഷ്യരക്തമാണെന്നവൾ തെറ്റിദ്ധരിച്ചു. ആവേശത്തോടെ അവൾ അത് കുടിക്കാൻ തുടങ്ങി. വയറു നിറയെ കുടിച്ചതോടെ അവൾക്ക് ലഹരി പിടിച്ചു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. കോപം മാഞ്ഞു. അവൾ അവിടെ തന്നെ സുഖമായി ഉറങ്ങിപ്പോയി. ദീർഘനേരത്തെ ഉറക്കത്തിനു ശേഷം അവൾ എഴുന്നേറ്റപ്പോൾ അത്ഭുതം സംഭവിച്ചു. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഉഗ്രകോപവും പകയും അലിഞ്ഞുപോയി. സിംഹത്തിന്റെ രൗദ്രഭാവം മാറി അവൾ സൗമ്യമായ ഒരു പൂച്ചയുടെ രൂപം പ്രാപിച്ചു. ഇപ്പോൾ അവൾ സെഖ്മെറ്റായിരുന്നില്ല, മറിച്ച് ബാസ്റ്ററ്റായിരുന്നു. സൂര്യന്റെ ഉഗ്രതാപത്തിൽ നിന്ന് ചന്ദ്രന്റെ കുളിർമയിലേക്കുള്ള മാറ്റമായിരുന്നു അത്. അന്നുമുതൽ അവൾ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും സ്നേഹത്തിന്റെയും ദേവിയായി മാറി. പക്ഷേ ബാസ്റ്ററ്റ് വെറുമൊരു കളിപ്പാവയായിരുന്നില്ല. തന്റെ പഴയ വീര്യം അവൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. പുരാണപ്രകാരം എല്ലാ രാത്രിയിലും സൂര്യദേവനായ റാ തന്റെ ബോട്ടിൽ കയറി പാതാള ലോകത്തിലൂടെ സഞ്ചരിക്കണം. അവിടെ വെളിച്ചമില്ല. അവിടെയാണ് അപ്പോപ്പിസ് എന്ന ഭീകര സർപ്പം കാത്തിരിക്കുന്നത്. സൂര്യനെ വിഴുങ്ങി ലോകത്തെ ഇരുട്ടിലാക്കുകയാണ് അവന്റെ ലക്ഷ്യം. മറ്റുള്ള ദേവന്മാർ ഭയന്നു നിൽക്കുമ്പോൾ റായുടെ ബോട്ടിൽ അദ്ദേഹത്തിന് കാവലായിരിക്കുന്നത് ബാസ്റ്ററ്റാണ്. അപ്പോപ്പിസ് വായ പിളർന്നു വരുമ്പോൾ ബാസ്റ്ററ്റ് ഒരു പൂച്ചയുടെ വേഗത്തിൽ ചാടി വീഴുന്നു. മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് അവൾ ആ കൂറ്റൻ പാമ്പിനെ നേരിടുകയും ഒടുവിൽ വലിയൊരു കത്തികൊണ്ട് റാദേവന് മുന്നിൽ വച്ച് ആ പാമ്പിന്റെ തലയറുക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ പ്രഭാതത്തിലും സൂര്യൻ ഉദിക്കുന്നത് ബാസ്റ്ററ്റ് ആ പാമ്പിനെ തോൽപ്പിക്കുന്നതുകൊണ്ടാണെന്ന് വിശ്വാസം. അതുകൊണ്ട് ഈജിപ്തുകാർ പറയും, ബാസ്റ്ററ്റ് വീട്ടിനുള്ളിൽ അമ്മയെപ്പോലെ ശാന്തയാണ്. എന്നാൽ ആപത്ത് വന്നാൽ അവൾ പാതാളത്തിലെ രാക്ഷസനെപ്പോലും വെട്ടിവീഴ്ത്തുന്ന പോരാളിയാണ്.